കർഷകരുടെ പാടശേഖരങ്ങളിലെ നെൽകൃഷി കതിരണിയാൻ തുടങ്ങിയാൽ പന്നിക്കൂട്ടങ്ങൾ പതിവായി എത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്രി പടിഞ്ഞാറൻ പാടശേഖരത്തിലെ 5 ഏക്കറോളം വരുന്ന നെൽവയലാണ് കാട്ടുപന്നികളെത്തി നശിപ്പിച്ചത്. ഞങ്ങള് ഇത് പണിയെടുത്ത അന്ന് മുതൽക്ക് തുടങ്ങിയ അധ്വാനാണിത്. ഇതേവരെ അധ്വാനിച്ചിട്ടും ഏകദേശം അങ്ങനെ കതിരായി വരുന്ന സമയത്താണ് ഇപ്പൊ ഈ നഷ്ടങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. വരമ്പ് മൊത്തം നാശാക്കി, അത് പോട്ടെ. നെല്ലിങ്ങനെ കതിര് വരുന്ന നേരത്ത് ഇങ്ങനെ നാശാക്കിയ പിന്നെ എന്തായാലും പ്രയോജനം? എത്രയും സ്ഥലം പണിയാതെ കിടക്കണേ. ഈ പന്നിയുടെ ഈ ഒരു ശല്യം കൊണ്ടാ. പഞ്ചായത്തിൽ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. പന്നിയെ വെടിവെച്ചു കൊല്ലാൻ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും പന്നി ശല്യം ഇല്ലാതാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ പിന്തുണ കിട്ടുന്നില്ലെന്ന് കർഷകർ പറയുന്നു. പന്നികളുടെ ഉപദ്രവത്തിൽ നിന്ന് കൃഷിയെ രക്ഷിക്കാൻ ഉറക്കം ഒഴിഞ്ഞ് കാവലിരിക്കാനും പ്രതിരോധിക്കാനും ഒരുങ്ങുകയാണ് ഞാങ്ങാട്രിയിലെ കർഷകർ. രാപ്പകൽ ഭേദമില്ലാതെ 2-3 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ കാവലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ലൈറ്റ് ഇട്ടിട്ട് ഒരു 10-10:30 മുതൽക്ക് 4 മണി വരെ അവിടെ ലൈറ്റ് ഇട്ട് കാത്തിരിക്കും. അതിലിടയ്ക്ക് അരയരച്ച മണിക്കൂർ കൂടുമ്പോ ഇങ്ങനെ വരമ്പത്ത് കൂടെ നടക്കുക ഈ രാത്രി. ആ ഒരു അവസ്ഥയിലാണ് തണുപ്പ് വയ്യ. ഈ രാത്രി നടക്കുമ്പോ ഇതിലൊക്കെ മഞ്ഞെള്ളം കൊണ്ടേ കാല് വല്ല കണ്ടത്തിലിറങ്ങി കൂട്ടിയ മാതിരിയായി. ഈ പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടോ, 50 ഉറുപ്പിയാണ് ഒരു മീറ്ററിനത്. അങ്ങനെ 50-100 മീറ്റർ മേടിച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനത് പണിയണേ? ഇവർ 2ാം വിളയായി ഉമ നെൽവിത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. മുൻപ് രാത്രിയിൽ മാത്രമാണ് പന്നികൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ നട്ടുച്ചയ്ക്ക് പോലും സംഘമായി എത്തുന്നതായി കർഷകർ പറയുന്നു. പന്നികൾ കുത്തിമറിച്ച് നെല്ലും പാടവരമ്പുകളും കേടുവരുത്തുന്നതോടെ കൃഷിക്കാരുടെ ജലസംരക്ഷണ സൗകര്യവും ഇല്ലാതാകുന്നു. സുരക്ഷയ്ക്കായി പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും പ്രതിരോധിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും കർഷകർ പറയുന്നു. പട്ടാമ്പിക്ക് 10 മാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.